നാട്ടുകാരെ വീടിന് തീ പിടിച്ചേ, നാട്ടുകാരെ വീടിന് തീ പിടിച്ചേ. അണ്ണാ നിങ്ങൾ ഏത് കിറ്റായി കളിക്കുന്നത്? ഇതിന് ഉള്ള കൗണ്ടർ എന്റെ ഇല്ല. വന്ന് മിന്നൽ മുരളി വന്ന് കയറി വന്ന അതല്ല. നാട്ടുകാരെ വീട്ടിൽ കരടി കയറിയേ, നാട്ടുകാരെ വീട്ടിൽ കരടി കയറിയേ. കരടി 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 കരടി. രാവിലെ വീട്ടിന് മുറ്റത്തുനിന്ന് കബഡി കളിക്കണ? കബഡി അല്ല താളെ, നമ്മളല്ലാതെ ഈ വീട്ടിനകത്ത് വേറൊരു ആളുണ്ടെന്ന്. പിന്നെ ഞാനറിയാതെ എന്റെ വീട്ടിൽ ഒരുത്തനും കയറൂല. ഈ തള്ള എന്തോന്ന് പറയാ തള്ള, നിങ്ങളുടെ റൂമിനകത്ത് കരടി ഉണ്ടെന്നാ ഞാൻ പറഞ്ഞു. കരടിയാ? ഈ ചെറുക്കരുത് എന്തോന്ന് പറയണത്? ഡയലോഗ് പറ, കരടി അല്ലെങ്കിൽ കയറി ഡയലോഗ് പറയുന്നു. അതിനല്ലേ ഞാനും പറഞ്ഞത്. മോനെ അമ്മച്ചി എങ്ങനെയെങ്കിലും രക്ഷിക്കടാ മോനെ. ഞാനിപ്പോ എങ്ങനെ രക്ഷിക്കാനാ പറഞ്ഞത്? ഭഗത് ഫാസിൽ പറഞ്ഞ കരടി കേക്കൂ. എടാ പോയി രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വിളിക്കാൻ. ഓ ഫയർഫോഴ്സ് കരടി എവിടെ ഇരിക്കുന്നു നോക്കി. എടാ കട്ടളിയിൽ ചാരി ഇരിക്കുന്നടാ. ഓ കട്ടളപ്പടിയൊന്ന് കരടിയോട് മാറിയിരിക്കാൻ പറ. അതെന്താടാ? വീടിന് ദോഷമാന്ന് പറ. എടാ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. ഒരു കാര്യം ചെയ്യും, കരടിയെ കുത്തിപ്പൊക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ ഓൺലൈൻ മീഡിയ വിളിച്ചോണ്ട് വാ. എന്തിന്? എടാ കുത്തിപ്പൊക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും. എടാ മോനെ അമ്മയ്ക്കൊരു കാര്യം പറയണ്ടടാ. എടാ വിശക്കുന്നടാ. ചാവാൻ പോകുമ്പോഴും അവർക്ക് വിശക്കുന്നെന്ന് പോലും. എടാ എനിക്കല്ലടാ, എടാ കരടിക്ക് വിശക്കുന്നെന്ന്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ കരടി കാണാതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. അപ്പൊ കണ്ടുപിടിച്ചാലാ? കരടിയോട് പോയി ഒളിക്കാൻ പറ, എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കും. എടാ ഞാനിവിടെ ഒളിച്ചിരിക്കാവേ, നീ ആരെ വിളിച്ചിട്ടുണ്ടേ? എന്റെ പൊന്നു മകനെ, ഞാൻ ഇനി ആരെ വിളിച്ചിട്ട് എന്നിട്ട് നീ നടന്നല്ലടാ വന്നേ ചോട്ടി? അതല്ലെന്ന് ഉണ്ട ഉണ്ടയാ? ഞാൻ ആദ്യം ഈ തോക്ക് വെച്ച് വെടിവെക്കും, അന്നേരം ഒരു ഉണ്ട പോകും. അതിന്റെ പിന്നാലെ ഞാൻ നടന്ന് ഇങ്ങനെ വരും. എന്നിട്ട് ഉണ്ടേ ഉണ്ടേ? അത് നീ ഓർത്ത് പേടിക്കണ്ട, ഞാൻ ഗ്രാഫിക്സുകാരോട് പറഞ്ഞ് ഞാൻ റെഡിയാക്കി. എന്റെ പൊന്നി ചേർക്കാൻ അതിനകത്ത് ഒരു കരടി കയറിട്ടുണ്ട്. അതിന്റെ കൈ കൊണ്ട് ചാവുണ്ടെങ്കിൽ നീ ഓടി രക്ഷപ്പെടാൻ നോക്കും. കരടിയുണ്ടോ? എന്നാ ഞാൻ പോകൂല. ഓ എന്റെ പൊന്നി ചേർക്ക, നീ ആരടാ നീ? ഞാനോ? ഞാൻ മേലെടുത്ത് വർക്കി. എന്നാ നീ താഴെ ഇരുന്ന വർക്ക് ആവത്തില്ല. അതല്ല, ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്, മേലെടുത്ത് വർക്കി. നീ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാനോ? എന്താടാ? എന്റെ തത്തയെ കാണുന്നില്ല. തള്ളയോട് പോയി ചോദിച്ചു, നിന്റെ തന്തയെ കാണുന്നില്ല. തന്തയല്ലെന്ന്, എന്റെ തത്ത. എന്റെ കരടിക്ക് ഞാൻ പേരിട്ടേക്കുന്നത് തത്തേന്നാ. എടാ ഈ കരടിക്കൊക്കെ ആരെങ്കിലും തത്തയെന്ന് പേരിടുകൂടാ? ഇടും, ഞാനിടും. എന്റെ കരടിക്ക് ഞാൻ തത്തേന്നല്ലേ പേരിട്ടേക്കുന്നത്. നീ എന്തൊക്കെയാണ് ഇവിടെ? നീ ആരാടാ? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാനോ? ഞാൻ സിംഹത്തെയും പുലിയെയും തമ്മിൽ ഇണക്കുന്നവൻ. അതിനെ അവര് തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടോ? നീ ഇണക്കാൻ പോവാന്ന് പറഞ്ഞു. അതല്ല, ഞാൻ ട്രെയിനിയാണ്. ഞാൻ ട്രെയിനി, എന്റെ അച്ഛൻ ട്രെയിനി, എന്റെ അമ്മ ട്രെയിനി, എന്റെ അനിയനും ട്രെയിനി. നിങ്ങളെല്ലാം കൂടെ ട്രെയിനിൽ ഇത് എവിടെ പോയി? പിന്നെ ഞങ്ങൾ ട്രെയിനറാണെന്ന്. ഏത് സിനിമയുടെ? ട്രെയിനർ അല്ല ചേട്ടാ, ഞങ്ങൾ ട്രെയിനിങ് ചെയ്യൊക്കെ പരിശീലിപ്പിക്കുന്നേ. അതാണ്. വെടിവെക്കാൻ അറിയാമോ? അറിയാം. ആണോ? അങ്ങനെയാണെങ്കിൽ അകത്ത് കിടക്കുന്ന കരടി ഒന്ന് വെടിവെക്കാമോ? അങ്ങനെ എടുത്തു ചാടി വെടിവെക്കാൻ പറ്റൂല. വേണ്ട, എവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് വെടിവെച്ചാൽ അതല്ലെന്ന്. ഇതിന് കരടിയുടെ ബന്ധപ്പെട്ട ആരെങ്കിലും പറഞ്ഞാലേ പറ്റൂ. പിന്നെ ഞാൻ കരടിയുടെ തന്തേം തള്ളയും വിളിച്ചോണ്ട് വരാം. എന്റെ ചേട്ടാ, മൃഗശാലയിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലേ നമുക്ക് വെടിവെക്കാൻ പറ്റും. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംഹത്തെ കൊണ്ട് വിളിപ്പിച്ചാലോ? മുൻപരിചയമുണ്ടോ ഈ സിംഹത്തെ? പിന്നെ ഈ ആവശ്യമില്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? പിന്നെ വേറെ വിഷയമുണ്ട്. എന്ത്? ഞാൻ എന്റെ കരടിയെ നുള്ളി നോവിച്ചിട്ടില്ല. അതെന്ത്? എങ്ങനെ നുള്ളും? എവിടിട്ട് നുള്ളും? ഒരു ദശ വേണ്ടേ? ഒരു കാര്യം, നീ എങ്ങനെങ്കിലും ഈ കരടി ഒന്ന് പിടിച്ചോണ്ട് പോണം. പിടിച്ചോണ്ട് പോയേ പറ്റൂ. അതെന്ത്? ഇല്ലെങ്കിൽ എന്റെ അച്ഛൻ മരിച്ചപ്പോ എനിക്ക് കിട്ടിയ ജോലി നഷ്ടമാകും. ഓ, അപ്പൊ അച്ഛൻ സർവീസ് ചെയ്തിരുന്നു മരിച്ചതാ? അല്ല. പിന്നെ അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ജോലി എന്ന് പറഞ്ഞതോ? അതോ, എന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയാലേ എനിക്ക് പാലും പാപ്പവും തിന്നാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജോലിക്ക് വേണ്ടി തെണ്ടി നടന്ന് കിട്ടിയ ജോലി. വെറുതെ ആരാണ് ആ കരടി നിന്റെ ചാടിപ്പോയത്? ചാടിപ്പോയതല്ല, പിന്നെ ചെറിയൊരു അബദ്ധം പറ്റി. അബദ്ധം? അതായത് കഴിഞ്ഞ ദിവസം ഇടിച്ചൂതി മഴ പെയ്തില്ലേ, ഞാൻ ചെന്നപ്പോ എന്റെ കരടി കൂട്ടിൽ ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, മോനെ മക്കളെ നീ പോയി തല തോർത്തരാന്ന് പറഞ്ഞ് കൂട് തോർന്നു ഇറങ്ങി ഒറ്റ ഓട്ടം. ആ ഒറ്റ ഓട്ടം ഓടി വന്നത് എന്റെ വീട്ടിനകത്താണ് വന്ന് കയറിയത്. അപ്പൊ ഇതിന്റെ അത് തോർത്ത് കാണും, അതുകൊണ്ടാ വന്നേ. എന്റെ അമ്മായിയമ്മയുടെ റൂമിനകത്താണ് കരടിയെന്ന്. ഇത് നേരത്തെ പറയണ്ടേ? അമ്മായിയമ്മ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്താ നേരത്തെ പറയാന്നേ? നീ എന്തുവാ പറയുന്നത്? അമ്മായിയമ്മ രക്ഷിക്കട എങ്ങനെയും. അമ്മായിയമ്മ ഏത് വശത്താ? അമ്മായിയമ്മ മോടെ വശത്താണ്. ഞാൻ മരുമോനാണല്ലോ. അതല്ലെന്ന്, അമ്മായിയമ്മ ഈ വീടിന്റെ ഏത് വശത്തായിട്ട് വരും? അതുകൊണ്ട് ആ ജനലിന്റെ അടുത്തിരിപ്പുണ്ട്. ജനലിന്റെ അടുത്തുണ്ടോ? അപ്പൊ ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. അമ്മേ, അയ്യോ കരടേ, പോണ കിഴങ്ങ എന്റെ അമ്മായിയമ്മയാണ്. ഈ തവള എന്തിനാ മൂടി പോച്ചിരിക്കുന്നേ? എടാ കരടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചിരിക്കുവോ? അങ്ങനെ? അയ്യോ, മൃഗശാലയിൽ നിന്ന് വന്നതാ. അപ്പൊ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ? എന്റെ പൊന്ന് തള്ള, ആ കരടിയെ മയക്കുകൂടി വെക്കാൻ വന്ന ആളാണ്. മയക്കുകൂടി വെക്കാൻ വന്നേടാ?
പറയണോ? ദാ മോനെ മക്കളെ നീ വാടാ, അമ്മേരെ ശരിടാ വാടാ. ഇനി അതുപോലത്തെ സാധനം പറയൂ. ഇല്ല, നീ പോയി രക്ഷിക്കണം. അല്ലേ ഉണ്ടല്ലേ? ഇല്ലില്ല. അപ്പൊ ഞാനൊരു ഐഡിയ അമ്മച്ചി പറഞ്ഞുതരാം. അമ്മച്ചി എങ്ങനെയും ആ കരടിയെ വശീകരിച്ച് ഇവിടെ കൊണ്ടുവരണം. വശീകരിക്കണോ? അത്രേ ഉള്ള അത് ഞാൻ ഏറ്റു സെറ്റിമ ബാക്കി ഞാൻ വെടിവെക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ, എന്നാ ഞാൻ വെടിവെക്കാൻ പോവാന്നേ. അണ്ണാ എന്താടാ നീ വന്ന്. എന്ത് വെടിവെപ്പ് നടക്കും തോന്നില്ല. നിങ്ങളുടെ ജനല് വളർന്നുകൊണ്ടിരിക്കുക. ജനല് വളർന്നോണ്ടിരിക്കുവാ. അതുകൊണ്ട് മേളിൽ പോന്നു. നേരെ നിന്ന് വെടിവെക്കണ അതിനകത്ത്. അങ്ങനെ ആയിരുന്നില്ല. അതെ, എനിക്ക് കിടന്നോണ്ടേ വെടിവെക്കാൻ പറ്റും. അതെന്ത്? എനിക്ക് വെടിവെക്കണമെന്നുണ്ടെങ്കിൽ സൂമിങ് വേണം. സൂമിങ് സൂമിങ് ഉണ്ടെങ്കിൽ കരടിയെ നമുക്ക് അടുത്ത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, വെടിവെക്കേണ്ട ആവശ്യമില്ല. കരടി അടുത്തോട്ട് വരുമ്പോ നമുക്ക് ചാക്കിട്ട് പിടിക്കാം. എന്റെ പൊന്നാണ്, അത് ലെൻസാണ്. സൂം ചെയ്യുന്ന ലെൻസ്. നിങ്ങൾക്ക് ഒരു തേങ്ങ അറിയത്തില്ല. അമ്മച്ചിയെ നിങ്ങൾ വശീകരിച്ചോ? വശീകരിച്ചോണ്ടിരിക്കുവാടാ. എന്നാ കൊണ്ടുപോവാ. ശിവമല്ലിപ്പൂവേ ഇനി എന്തേ കുളിരാടും കാറ്റേ ഇനി എന്തേ മൗനം. തള്ളേ നിങ്ങൾ എന്തുവായി കാണിക്കുന്നേ? എടാ നീ അല്ലേടോ പറഞ്ഞു വശീകരിക്കാൻ. എങ്ങനെയല്ലോ ആ കരടി ഇവിടെ കൊണ്ടുവരാനാ പറഞ്ഞത്. അങ്ങനെയാ? വന്നോ വന്നോ. അതാ വരുവാടാ വരുവാ. എന്നാ കൊണ്ടുവാ. വെക്കട്ടെ 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 എന്ന്. ഇങ്ങോട്ട് പോണോ? പച്ചോടാ. കരടിക്ക് പിടിയുണ്ട്, കരടിക്ക് പിടിയുണ്ട്. താങ്ക് യു താങ്ക് യു. അമ്മച്ചിയെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല മോനെ. ഇല്ലില്ല. അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടാ സേഫാണ്. ഞാൻ സേഫാണ്. അമ്മച്ചി സേഫാണ്. സേഫാണ്. അപ്പൊ എന്റെ കരടിയുടെ ദേഹത്ത് കൊണ്ട് ആ സിറിഞ്ച് എനിക്ക് ഊരി എടുക്കണം. ഞാൻ പോയി എടുത്തോട്ടെ. പോയിടുന്നുണ്ടോ? ഇതെടുക്കാനാണെങ്കിൽ മോൻ അവിടെ വരെ പോണോന്നില്ല. അമ്മച്ചി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. സഹായില്ലേ അമ്മച്ചി? ആണോ? എടാ ഉന്നയില്ലാത്ത തെണ്ടി. എന്താ അമ്മച്ചി? നീ വച്ച വെടി കൊണ്ടത് എന്റെ ഭർത്താടാ. നീ അമ്മച്ചി കിട്ടാതെ ഈ വെടി വെച്ചത്? അല്ല, ഞാൻ ഇങ്ങനെ ജനലിൽ തട്ടി ഡൈവേർട്ട് ചെയ്ത് പോയായിരിക്കും. എന്റെ അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കൂടാ? ഒന്നും സംഭവിക്കത്തില്ല. ചെറിയൊരു മയക്കം. ചെറുതായിട്ട് മയങ്ങത്തതേ ഉള്ളൂ. മയങ്ങാനാ? ഞാനാ? എടാ ആയ കാലത്ത് ഇവിടെ കൊറേ അവന്മാര് വിചാരിച്ച് ഞാൻ മയങ്ങൂല്ല. എന്തോന്നല്ലേ? ഇനി ഒട്ടും മയങ്ങത്തുമില്ല. നിങ്ങൾ എന്തോ പരിപാടി അവിടെ കാണിച്ചത്. ഒന്നാമതേ ബോധമില്ലാത്ത തള്ളയാണ്. അപ്പൊ പേടിക്കണ്ടല്ലോ. ബോധമല്ല പോയല്ലോ. ബോധം ഇല്ലല്ലോ. ചേട്ടാ ഈ ബോധത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തുവാണ് ചെയ്യേണ്ടത്? വെള്ളക്കുട. ഇവിടെ ഷൂട്ട് നടക്കാൻ പോവാണ്. അതിന് വെള്ളക്കുട വേണമെന്ന്. അതല്ലമ്മ, വെള്ളം കുടയാൻ തളിക്കാൻ. വെള്ളക്കുട പറയണ്ടടാ. അത് ഇങ്ങനെ മുഖത്ത് വെള്ളം തളിക്കോ? പറയണ്ടേ? ഇത് ഈ തള്ളയുടെ മുഖത്ത് തളിക്കാൻ. അമ്മച്ചി കരടി മുള്ളി. കരടിയല്ല അമ്മച്ചി, ഞാനാ. അമ്മച്ചിന്റെ മോന്തേ കൂടെയാ മുള്ളണത്. അതല്ലെന്ന്, ഞാനാ നിങ്ങളുടെ മുഖത്ത് വെള്ളം തളിച്ചേ. അത്രേ ഉള്ള. അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പം? എന്ത് കുഴപ്പം? കുഴപ്പമില്ലൂടാ. എല്ലാടോ എന്റെ പുറത്ത് വെടി വെച്ചത്? ഞാനല്ല തള്ളേ. വെടി വച്ചിട്ട് ചിരിച്ചോണ്ടിരിക്ക. അങ്ങോട്ട് നോക്ക് തള്ളേ. വെടി വച്ചിട്ട് ടാറ്റാ പറയുന്നോടാ. എടാ നിന്നെ ഞാൻ എന്തോ പരിപാടിയാണോ കാണിച്ചു വെച്ചേക്കുന്നത്? ഞാൻ ഇനി എല്ലായിടത്തും എന്തോ പറയണം. ഇയാളായിട്ട് ഇനി ഒന്നും ചെയ്യണ്ട. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. എന്ത്? എടാ ഈ തള്ളയുടെ കൂട്ടല്ല ഞാൻ പിടിച്ചു നിൽക്കും. നിങ്ങളിപ്പോ വിചാരിക്കും എന്തിനാ ഈ പുള്ളിക്കാരനെ വെടിവെച്ചെന്ന്. ഈ സ്കിറ്റിന് ക്ലൈമാക്സ് ഇല്ലാത്തടത്തോളം കാലം ഇതാണ് ഈ സ്കിറ്റിന്റെ ക്ലൈമാക്സ്. ആര് പറഞ്ഞ ക്ലൈമാക്സ് ഇല്ലെന്ന്? നീ ഒറ്റയ്ക്ക് നിന്ന് പുഴുക്കും. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പുഴുക്കെ. മൂന്ന് പേർക്ക് ഒരു ചെറിയ ക്ഷീണം അല്ലേ? ഒരു വെടിയേറ്റ് ഒരു മയക്കത്തിലാന്നോ? അല്ല, കുഴപ്പമില്ല. ഗംഭീരമായിരുന്നോ? അയ്യോ, നമുക്ക് അവരോട് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. പിന്നല്ല. ഇതുവരെ ഇനി എന്നാ വേണം? ഒന്നും വേണ്ട. ഒന്നും വേണ്ട. പൈസ വേണ്ട. പൈസ വേണം. വേണ്ടേ? പിന്നെ വേണം. പിന്നെ ഇടിക്കും. ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയില്ലേ ഇപ്പം? ബസ്സിലൊക്കെ വരുമ്പം, ട്രെയിനിലൊക്കെ വരുമ്പം ലൈൻ വെള്ളം വേണോ? ഇല്ല, ചെറിയ വേറൊരു പ്രശ്നമുണ്ട്. ഏത്? ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോ എന്നെ മനസ്സിലാവൂല. അങ്ങനൊരു പ്രശ്നമുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, ഈ സൈഡ് ടിവിയും കൂടെ കൊണ്ടുപോകണം. അത് ഇങ്ങനെ സംഭവിച്ചു ഒരിടത്ത്. ശരത്തന്റെ ഒക്കെ പറഞ്ഞുകൂട്. ഞങ്ങൾ അവൻ ഒരു ദിവസം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ റിലേഷൻ കുറെ ചേച്ചിമാർ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ചേച്ചി ഇതുപോലെ എന്നോട് സ്കിറ്റ്, നമ്മൾ അമൃതയിലെ സ്കിറ്റ് കളിക്കുന്ന ആളാ. ഇവനോ
വേറൊരു പയ്യനല്ലടാ അത്. ഈ പയ്യൻ നമ്മുടെ കളിക്കുന്നത് പോടാ. ഇവരൊന്നുമല്ല, അവൻ നല്ല വണ്ണമുണ്ട്, നല്ല പൊക്കമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ പിന്നെ സ്കിറ്റ് ഇവൻ തന്നെ കാണിച്ചു കൊടുത്ത് ഫോൺ അത് താണ്ടയിച്ച് ഇത് ഞാനാണ്. ഐശ്വര്യൊക്കെ ഭയങ്കര ചേഞ്ച് ആയിട്ടോ. ഞാൻ ആദ്യമേ ഐശ്വര്യയുടെ ഫാനാണ്. നമ്മളെല്ലാരും എല്ലാരും മൊത്തത്തില് ഗംഭീരമായിരുന്നു. നമുക്ക് ഈ സ്കിറ്റിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വാ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി. ശരിക്കും നിങ്ങൾ വരുമ്പോ ഞങ്ങളുടെ പ്രതീക്ഷ 50,000 ആണ്. കാരണം അടിച്ചിട്ടുള്ള ടീമുകളാണ് നിങ്ങൾ. അപ്പൊ ഇനി അത് തന്നെ അടിക്കണം, എന്നാലും ഞങ്ങൾക്ക് സന്തോഷമാവുള്ളൂ. അത് സ്കിറ്റ് അടിക്കും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചേച്ചി അടുത്ത സ്കിറ്റില് ഇവര് 50,000 അടിക്കുമെന്നാ പറഞ്ഞേ. അല്ലാതെ 75 അടിക്കട്ടെ. അതായിക്കോട്ടെ, അതാണ് നല്ലത്. 37,000 റുപ്പീസ് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു. And സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. ആ സ്കിറ്റ് പൊളിക്കണം.